ആരു, എന്ത് പറ്റിയടാ നിനക്ക്? നീ ഓക്കെ അല്ലേ? ഡാ ആരു. നോ, നോട്ട് ഓക്കെ. എനിക്കെന്തോ പെട്ടെന്ന് ഹെൽത്ത് ഓക്കെ ഇല്ലാത്ത പോലെ. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുന്നത്. ഓക്കെ കാം ഡൗൺ. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി ഉണ്ടെന്നാണെങ്കിലും. നമുക്ക് ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്ത് തിരിച്ചു പോവാം. ഇനി ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യണ്ട. നീ വായോ, നമുക്കിപ്പോൾ തന്നെ പോവാം. ചാർലി സൈഡ് എടുത്ത് പറഞ്ഞാൽ മതി ഞങ്ങൾ പോയിന്ന്. അവനോട് കാര്യം പറഞ്ഞാൽ മതി, അവന് മനസ്സിലായിക്കോളും. റെബേക്കനെയാണ് നോക്കണമെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല. അവളുടെ പിക്ക് പെട്ടെന്ന് ഹെൽത്ത് ഓക്കെ അല്ലാണ്ടായി. അപ്പോൾ അവനെയും കൊണ്ട് അവൾ പോയി. എത്ര നാളിൽ നിന്നിങ്ങനെ ഓടി വിളിക്കാൻ നിന്നെ കൊണ്ടാവും? ഈ വരവ് ഒന്നും ആർക്ക് വേണ്ടിയും വിട്ടുകൊടുക്കാനല്ല, ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യാനാന്ന് നോക്കണേ? അല്ലെങ്കിൽ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവന് കഴിവില്ല. അല്ലെങ്കിലും എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ ദൈവം പടി കൊടുക്കാറില്ല. നിനക്ക് എറിയാൻ ഭയങ്കര കഴിവുള്ള കാരണമായിരിക്കും അവൾ പറയുന്നതെല്ലാം കേട്ടിപ്പോൾ തന്നെ വിജനംബിച്ചിറങ്ങി വന്നത് അല്ലേ? എടാ, എനിക്ക് അവളുടെ വായ അടപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. അവളിങ്ങനെ കിടന്ന് അലറുമ്പോൾ അവളെ കയറിയൊന്നും വിച്ചാൽ മതി, അവളുടെ വായ തന്നെ അടഞ്ഞോളും. പിന്നെ പാവം കൊച്ച് വേണ്ടാന്ന് വെച്ചിട്ടാ. എടാ നാറി, നീ ഇതെല്ലാം പറയുന്നത് അവളുടെ ഹതഭാഗ്യനായ സ്വന്തം സഹോദരനോടാണെന്നുള്ളത് നീ മറക്കരുത്. അതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. അല്ല, ഇവനെന്താ ഇങ്ങനെ ഇരിക്കണ്? ആരെങ്കിലും തലക്കിട്ടടിച്ച കിളി പോയ പോലെ ഇരിക്കണ്. ചിലപ്പോൾ നിന്നെ ചീത്ത അറിയുന്നത് കേട്ട് അവന്റെ കണ്ണു തള്ളിയിരിക്കുന്നതായിരിക്കും അതിന്റെ എഫക്റ്റ്. ഞാൻ വിളിച്ചു നോക്ക്. എനിക്കിട്ട് കുത്താതെ ജീവിക്കാനാവില്ല അല്ലേടാ ഭാവി എളിയ. തരാൻ നിനക്ക് ഞാൻ, നിന്റെ പെങ്ങളൊന്ന് ഞാൻ കെട്ടിക്കോട്ടെ. ആഹാ, ഇത് നടക്കാത്ത സ്വപ്നം. നടത്തി ഞാൻ കാണിച്ചു തരാടാ. ആ കള്ളിയങ്കാട്ട് നീലീനെ ഈ കത്തനാര് തളച്ചിരിക്കും. അതൊക്കെ ബാക്കി കാര്യങ്ങൾ. ആദ്യം നമുക്ക് ഇവൻ്റെ കാര്യം നോക്കാം. ഡാ ആരു മോനെ, ഇങ്ങനെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവും തോന്നില്ല. കിളി നല്ലോണം പോയിരിക്കുക. ഡാ ആരു ആരു. ലക്ഷ്മി എന്താടാ? നീ ഇവിടെ ലക്ഷ്മി പറഞ്ഞിരുന്നോ? എന്തോ വലിയ പണി എല്ലാവർക്കും വരാൻ പോകുന്നുണ്ട്, കോൺഫറൻസ് റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നീ വായോ. എടാ, ഇനി ബിസിനസ്സൊക്കെ ഒന്നും കൂടി സെറ്റാവാനും കമ്പനിക്കൊക്കെ വേണ്ടിയിട്ട് സ്വന്തം സഹോദരനെ അങ്ങ് കൊന്നു കളയാന്ന് വല്ല നേർച്ച നേർന്നിട്ടുണ്ടാവോ? അതറിയിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരു ഫെയർവെൽ പോലെ. കോമഭ്രാന്തോ കോമദേവോ കോമാന്തക്കോ വാടച്ചിരുന്നോ? ഇല്ലെങ്കിൽ ഇന്ന് ഇവിടെ നീ RIP വീഴും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ എല്ലാവരെയും വിളിപ്പിച്ചേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഓണർ ഞാൻ മാത്രമല്ല, ഇത് പാർട്ട്ണർഷിപ്പാണ്. ഞങ്ങൾ 2 പേരുണ്ട്. എന്നെ മാത്രമല്ല അവരും കണ്ടിട്ടുള്ളൂ, മറ്റാളാരും കണ്ടിട്ടുമില്ല. എൻ്റെ ആ പാർട്ട്ണർക്ക് ആളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതാരാണെന്ന് നിങ്ങൾ ആരും അറിയാണ്ട് പോയത്. പക്ഷേ ഇനി അത് അങ്ങ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സോ ആളാരാണെന്നുള്ളത് ഇന്ന് നിങ്ങളെല്ലാവരും അറിയും. അപ്പം ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്രയിൽ ആളും കാണും നമ്മുടെ കൂടെ, നമ്മുടെ ഒപ്പം, നമ്മുടെ കമ്പനിയിൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാണ്. ഇറ്റ്സ് മൈ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് മൈ ബിസിനസ് പാർട്ട്ണർ മിസ്റ്റർ സിയാൻ ഹക്ക്. ശിവനെ, ഒന്നിനെയും സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല, ഇനി 2ാമത്തെ സഹിക്കാം. ഹലോ എവരി വൺ, നൈസ് ടു മീറ്റ് യു ഓൾ. എനിക്ക് അധികം ആരെയും അറിയില്ല, ടൈമുണ്ടല്ലോ, ഞാൻ ഇനി ഇവിടെ തന്നെയുണ്ട്. നമുക്ക് പതുക്കെ പരിചയപ്പെടാം എല്ലാവരെയും. പിന്നെ ഇനി അങ്ങോട്ട് എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, സി ഇവിടെ പുതിയതായ കാരണം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഗൈഡ് ചെയ്യാൻ കൂടെയുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ PA ആയിട്ട് അങ്ങനെ ഒരാളെയാണ് സിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം PA ആരുഷാണ്. ഞാൻ അവനങ്ങ് തേരുകയാണ്. അപ്പം എല്ലാവരുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ കാണും, എൻ്റെ PAയുടെ കാര്യം, റൈറ്റ്? സോ അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, ലക്ഷ്മീനാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ലക്ഷ്മിക്ക് എൻ്റെ PA ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ
ഞാൻ തന്ന പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം PA പോസ്റ്റിൽ കയറാം. മോനെ പൊട്ടിയിലിട്ടു തിരിച്ചൊട്ടിച്ചു വെച്ചു. ഒരുവിധമൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്ത് എല്ലാത്തിലും നല്ല രീതിക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിക്കോളാം. എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് തന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ഓക്കെ, എന്നാൽ ഓക്കെ, ചെല്ല. 2-3 മന്ത് എടുത്ത് ചെയ്യേണ്ട ഒരു പ്രൊജക്ട് 1 മന്ത് കൊണ്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? കംപ്ലീറ്റ് ആവില്ലെന്ന് പറഞ്ഞവൻ 1 വീക്ക് പോലും എടുക്കാണ്ട് ആ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണാനുള്ളൊരു അവസരം കിട്ടും. അത് പിന്നെ ആഗ്രഹിച്ച് സ്വന്തമാക്കാൻ നമ്മൾ എന്തും ചെയ്യണമല്ലോ. കൊച്ചു കളർ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഈ പ്രേമിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അതെ അതെ, അത് കറക്റ്റാണ്. നിനക്ക് കിട്ടുമ്പോൾ നീ പഠിച്ചോളൂ. യു ഗെറ്റ് ഔട്ട് അൺറൊമാൻറ്റിക് മൂവ് രാജ് തന്ത വൈബുള്ള കളവ സിഡം വർക്ക് ചെയ്യട്ടെ. എന്താ നിന്റെ ഉദ്ദേശം? ഇത് നീ മനഃപൂർവ്വ എനിക്കറിയാം, പക്ഷെ നീ വിചാരിക്കുന്നതൊന്നും നടക്കില്ല. ലുക്ക് മിസ്റ്റർ വാട്ട് ഈസ് യുവർ നെയിം? ആരുഷ്. താങ്കൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെയാണെങ്കിലും ഞാൻ തൻ്റെ ബോസാ. സോ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് താൻ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റെസ്പെക്റ്റ് അത് തരണമെങ്കിൽ മിനിമം ഒരു യോഗ്യത വേണം. അതില്ല. ഈ ജോലി ഇതല്ലെങ്കിൽ വേറൊന്ന്. ഞാനിത് റിസൈൻ ചെയ്യും. ഇതിന് നിന്നാലല്ലേ തന്നെയൊക്കെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. യു കാണ്ട്. കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ എഗ്രിമെൻ്റ് ഒക്കെ നല്ലോണം വായിച്ചിട്ടല്ലേ അതിൽ സൈൻ ചെയ്ത് കൊടുത്തത്. 5 ഇയർ ടൈം പീരീഡ്, 4 ഇയറേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി ഒരു 1 ഇയറും കൂടി ബാക്കിയാണോ? അത് കംപ്ലീറ്റ് ചെയ്യാതെ പോയാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിലൊരു എമൗണ്ട് പറയുന്നുണ്ട്, അത് താൻ കമ്പനിക്ക് പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഒരാഴ്ചക്കാലം മൊത്തം അധ്വാനിച്ചാലും തന്നെ കൊണ്ടത് നടക്കില്ല. തൻ്റെ ഫാമിലീനെ എഫക്റ്റ് ചെയ്യും. വെറുതെ വേണ്ടാത്തതിന് നിൽക്കണം. ഞാൻ പറയുന്നത് കേട്ടെന്ന് വിചാരിച്ച് ഒന്നും ഉണ്ടാവില്ല. നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ തൻ്റെ ബോസ്, താൻ എൻ്റെ PA. അത് വിട്ട് ഞാനൊന്നിനും വരില്ല, താനൊന്നിനും വരില്ല. നമുക്ക് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവാം. താൻ നല്ലോണം ആലോചിക്കുകയും എന്നിട്ട് നാളേക്ക് ഒരു ഡിസിഷൻ പറഞ്ഞാൽ മതി. ഓക്കെ? ആരും ഇവിടെ ഫുഡ് കഴിക്കാൻ പോയോട്ടാ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഫുഡ് തോണ്ടിക്കൊണ്ടിരിക്കാണ്ട് അത് കഴിക്കാൻ നോക്ക്. എന്ത് പറ്റി? ഒരു മൂഡ് ഓഫ് ഉള്ള പോലെ. അതൊന്നുമില്ല, ഇന്ന് വർക്ക് കുറച്ച് കൂടുതലായിരുന്നു, അപ്പോൾ തലവേദന എടുക്കുന്നുണ്ട്. അതാ. എന്നാൽ നീ വേഗം ഫുഡ് കഴിച്ച് പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. പിന്നെ ഒരു കാര്യം കൂടി, നെക്സ്റ്റ് മന്ത് നിൻ്റെ ഏട്ടൻ വരുന്നുണ്ട്. അതുപോലെ അവൾ വെക്കേഷന് വരുന്നതാ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നിൻ്റെ ഏട്ടനും വരാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നിൻ്റെ ഏട്ടനെ നിങ്ങളുടെ രണ്ടാളിലും ഭയങ്കര പ്രൗഡ് ഫീലാണ്. ആളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ രണ്ടാളും സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ലക്കിയാണ് ആരും. നിൻ്റെ ഏട്ടനെ പോലെ ഒരാളെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളെ 2 പേരും എൻ്റെ മക്കളായിട്ടും എനിക്ക് കിട്ടിയില്ലേ. ദൈവം എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം തരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം എന്നെ പോലെ ഒരാൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ലാത്തൊരു ജീവിതമായത്. ഒരു കാലത്ത് ആരും ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഇന്നെല്ലാവരും ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളെല്ലാവരും ഓക്കെയാണ്, ഹാപ്പിയാണ്. അത് മാത്രം മതി എനിക്ക്. ഇത് ചേച്ചിയമ്മ സിൻഡി ടൈം അവസാനിച്ചുട്ടാ. ഇതെല്ലാം ചേട്ടച്ചൻ അറിഞ്ഞാണ്ടല്ലോ. പാസ്റ്റാണ്, അതങ്ങനെ കാണും. നമുക്ക് പ്രസന്റും ഫ്യൂച്ചറും നോക്കിയാൽ മതി. ഇപ്പം നമ്മളെല്ലാവരും ഹാപ്പി അല്ലേ? അത് മതിയില്ലേ? പിന്നെ എനിക്ക് മതി. ഫുഡ് ശരിക്കും കഴിച്ചിട്ട് ചേട്ടച്ചനെ വിളിച്ച് കുറച്ച് റൊമാൻസ് ഒക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങാം. ഓക്കെ? അപ്പോൾ നാളെ രാവിലെ കാണാം. ഞാൻ പോവാം. ബൈ. അച്ചു, എന്താണ് നിന്റെ പ്രശ്നം? നീ രാവിലെ തൊട്ട് തുടങ്ങിയതാ ഇങ്ങനെ ചില്ലിയാവരുത്. ഇത് നല്ലതല്ല. പിന്നെ എന്താ നല്ലത്? ഞാൻ എന്താണെങ്കിലും എന്നെ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എൻ്റെത് മാത്രം. നിന്നോട് വേറെ ആരും കൂടുതൽ അടുക്കുന്നത് എനിക്കിഷ്ടമല്ല. ശരി, ഓക്കെ, എനിക്ക് ജലസിയുണ്ട്, നല്ലോണം ജലസിയുണ്ട്. അത് സഹിച്ച് കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം പൊന്നുമോ നിന്നാൽ മതി. ഇല്ലെങ്കിൽ മോമോന്റെ പാട് നോക്കിപ്പോക്കോ. എടാ കോപ്പി, അത് സഹിക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ നിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാതെ? തപ്പുല്ലേ വല്ലാണ്ട് ജാടറയ്ക്കാണ്ടല്ലോ. നീ വാങ്ങിക്കും എൻ്റെ കയ്യിന്ന്. ഓ പിന്നെ അതിന് ഇയാളാര്? നീ വാടക വെച്ചെടുക്ക. ഡാർലിംഗ്, ഒന്ന് നോക്കടാ പ്ലീസ്. ഓ മൈ ഡാർലിംഗ്. വേണ്ട, നീ പോയേ പോ, വേഗം. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, ഈ തൊട്ട് നോട്ടം ഇഷ്ടമല്ലടാ,
കാര്യമില്ലടാ, ഒരു കാര്യമില്ലടാ, എൻ്റെ പിറകെ നടന്ന് കാര്യമില്ലടാ. കൊച്ചു കള്ളനെ എടാ എടാ, വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ, അങ്ങോട്ട് മാറി നിൽക്കടാ. ഇഷ്ടമാണെടോ, എനിക്കിഷ്ടമാണെടോ, നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണെടോ. കൊച്ചു കള്ളനെ എടോ എടോ, വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ. ചീ പോടാ. ഹാവോ, കടന്നിൽ കുത്തിയ മുഖത്തൊരു ചിരി ഉണ്ടല്ലോ, ഞാൻ രക്ഷപ്പെട്ടു. എനിക്കോ അരവട്ടുണ്ട്, അന്ന് എനിക്ക് കിട്ടിയതോ മുഴുവട്ടുള്ള ഒരെണ്ണത്തിന്. എന്റെ ദൈവമേ, യു മീൻ ചക്കിക്കത്ത ചങ്കരൻ? അങ്ങനെയും പറയാം. അവസ്ഥ ആക്ച്വലി അത് ഞാനല്ലേ പറയേണ്ടത്. പിണങ്ങിയാൽ വാളെടുക്കും ഉണ്ണിയാർച്ച നീ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കാണിച്ചു കൂട്ടുന്നതൊക്കെ ദൈവത്തിനും എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നെ പോലെ ഇത്രയും പാവായൊരു പാർട്ട്ണറെ നിനക്ക് എവിടെ നിന്ന് കിട്ടൂടാ? കടയിൽ നിന്ന് കിട്ടില്ലോ. കടയിൽ പോയാൽ മതി, ഇതിലും ക്വാളിറ്റിയുള്ള നല്ലത് കിട്ടും. എന്നെ പൊന്നുമോൻ കടയിൽ പോയി എന്നേലും ക്വാളിറ്റിയുള്ള നല്ലത് നോക്കി വാങ്ങിച്ചു കൊണ്ടുപോയേ. ഞാൻ പോണു. സേ പോവാതെ നിക്കടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. സേ കാലം കടന്നു പോകും, മനുഷ്യർ മാറും, എല്ലാം മാറും മൊത്തത്തിൽ. പക്ഷെ ഈ ഓർമ്മകൾ മാത്രം ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കും. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളായിരുന്നു. അതെന്നും അങ്ങനെ തന്നെ മനസ്സിലിരിക്കട്ടെ. പക്ഷെ നല്ല ഓർമ്മകൾ മാത്രമല്ലല്ലോ, വേദനിപ്പിക്കുന്ന വേറെയും ചില ഓർമ്മകളുണ്ട്. എല്ലാവരും പറയുന്നത് പോലെ ഞാൻ ഒരുപാട് നോക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഓരോ നിമിഷവും ഞാൻ മോളെ നോക്കുമ്പോൾ കൂടുതൽ അതിൽ പെട്ടുപോകും. എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ. ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. നോക്കാരോ, നിന്റെ ലൈഫിൽ ശരിക്കും എന്താണ്ടായി, നിനക്ക് അവിടെ വെച്ച് ശരിക്കും എന്താ സംഭവിച്ചോ ഒന്നും അറിയില്ല. നീ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ ഞാനൊന്ന് പറയാം, ഇപ്പോൾ ഇത് നിന്നെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. നിന്റെ വീട്ടുകാർ അവരും ഒരുപാട് വേദനിക്കുന്നുണ്ട്. എങ്ങനെയും നീ ഓക്കെ ആയേ പറ്റുള്ളൂ. ഒറ്റ ജീവിതമല്ലടാ, നിനക്ക് എന്തും തുറന്ന് പറയാൻ ഞാനിവിടെ ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണാം, അതുപോലെ ഒരു കൗൺസിലിങ്ങും. എല്ലാം ഓക്കെ ആവും. എല്ലാവരും വിചാരിക്കുന്നത് പോലെ നീ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് ഞാൻ മെന്റലി ആ കാലഘട്ടം എനിക്കൊരിക്കലും മറക്കാനാവില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവർ ഒരുപാട് വേദനിച്ച സമയങ്ങളത്. ഞാൻ കാരണം ഒരിക്കലും എല്ലാവരും സമാധാനവും സന്തോഷം പോയതാ. ഇനി ഒരിക്കൽ കൂടി അത് ആവർത്തിക്കാൻ പാടില്ല. നല്ല ഹാൻസം ആയിട്ടുള്ള ഒരു ബോസിനെ കിട്ടിയിട്ട് അതിൻ്റെതായ ഒരു പ്രസരിപ്പൊന്നും നിന്റെ മുഖത്ത് കാണാനില്ല. എന്ത് പറ്റി മോനെ നിനക്ക്? ഒന്നുമില്ലടാ, എല്ലാം നിന്റെ തോന്നലാ. ഉവ്വ മനസ്സിലാവുന്നുണ്ട്. അത് വിട് നീ. ലക്ഷ്മി വന്നില്ലേ? അവനെ ഞാൻ കണ്ടില്ലല്ലോ. എന്താടീ പറയണേ? സാറുവിനെ വരാണ്ടിരിക്കോ? ഇത്രയും ആഗ്രഹിച്ചൊരു പൊസിഷൻ കിട്ടിയിട്ട് ആൾ കമ്പനിയിൽ വരാണ്ടിരിക്കയോ? പിന്നെ അവനവിടെ ചത്ത് പണിയെടുക്കാണ്. ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്താലല്ലേ അവളുടെ PA ആയിട്ട് ജോയിൻ ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തായാലും അവൻ്റെ ഒരു ആത്മാർത്ഥത. നീയും ചെന്ന് നിന്റെ വർക്ക് ചെയ്തോ. ഞാൻ പോയി എൻ്റെ ന്യൂ ബോസിനൊന്ന് കാണട്ടെ. എന്തായിരുന്നടാ അവിടെ രണ്ടും കൂടെ? ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയായിരുന്നു? പിന്നെ അതിന് നീ ആര്? ഞങ്ങൾക്ക് എന്തോരം കാര്യങ്ങൾ സംസാരിക്കാണ്ട്. നിന്നെ പറ്റി പറയലല്ലേ പണി. പിന്നെ ഒരു കാര്യം പറഞ്ഞു, അവന് ന്യൂ ബോസില്ലേ, അങ്ങേർക്ക് നിന്നോട് നോട്ടുണ്ട്. ചിലപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരിക്കും. എന്ത്? അങ്ങനെയൊന്നും പറഞ്ഞൂടാ, ഇതൊക്കെ തെറ്റാണ്. ഇന്നും അത്രക്കാരൻ നെഹിഹേ. നീ എത്രക്കാരനാണെന്ന് അവന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവനല്ലേ നിന്നോട് ഫീലിങ്സ്. നിന്നെ സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. എൻ്റെ കുഞ്ഞിക്കോഴി കോഴിത്തരങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. പേടിപ്പിക്കാതെ പുല്ലേ. അല്ല, നീ സിംഗിൾ അല്ലേ? നീ ഒന്ന് മനസ്സ് വെച്ച ഒരു ജീവിതം അവന് കൊടുക്കാം. പാരണം കേട്ടവനെ. അവൻ എന്നോടല്ല നിന്നോടാണ് ചാട്ടം. നിനക്ക് വേണമെങ്കിൽ നിന്നെ സൂക്ഷിക്കാം. അപ്പൊ ഏട്ടായി പോട്ടെ, ഏട്ടായിക്ക് കുറച്ച് വർക്ക് ഉണ്ട്. ഇനി അവൻ പറഞ്ഞ സത്യമായിരിക്കോ? ചേച്ചി, അവനെ കണ്ടിട്ട് അവൻ അങ്ങനത്തെ ഒരാളാന്ന് തോന്നുന്നില്ല. ഇനി സത്യമാണെങ്കിൽ എൻ്റെ ശിവനേ, ഞാൻ എന്ത് ചെയ്യും? ഗുഡ് മോർണിംഗ് മിസ്റ്റർ ആരുഷ് മേഹ്റ. അപ്പം എന്താണ് തീരുമാനം?
റിസൈൻ വെക്കാൻ തന്നെയാണോ? അല്ല, റിസൈൻ വെക്കുന്നില്ല, കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനം. പക്ഷെ അതൊരിക്കലും ആരും പേടിച്ചിട്ടില്ല. അങ്ങനെയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മിസ്റ്റർ ആരുഷ്. പിന്നെ സാറിൻ്റെ വൈഫിന് സുഖമാണല്ലോ അല്ലേ? ആ, അവൾ നന്നായിട്ടിരിക്കുന്നു, വളരെ നന്നായിട്ടിരിക്കുന്നു. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ലുക്ക് മിസ്റ്റർ ആരുഷ് മെഹ്റ, ഞാൻ നിനക്കൊരു വാർണിംഗ് തരാണ്. ഇത് കമ്പനി, ഇവിടെ വർക്ക് ചെയ്യാനാണ് വരുന്നത്. സോ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ചോദിക്കാനോ പറയാനോ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ തൻ്റെ ബോസ്, താൻ എൻ്റെ PA. ആ ഒരു റിലേഷൻഷിപ്പ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ഓക്കെ? ഓക്കെ സാർ, ശരിയാണ്. നമ്മൾ തമ്മിൽ ബോസും PA അല്ലാണ്ട് വേറൊരു റിലേഷൻഷിപ്പും ഇല്ല. സോ പേഴ്സണൽ കാര്യങ്ങൾ പരസ്പരം അറിയേണ്ട ഒരാവശ്യമില്ല. ഐ എം സോറി, ഇനി റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇനി ലേറ്റ് ആവാതെ താൻ ശ്രദ്ധിക്കണം. കാരണം തന്നെ വെയിറ്റ് ചെയ്താണ് ഞാനിരിക്കുന്നത്. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. താൻ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞതായോ? കമാ.